അർഹമർ റഹീമീനായ റബ്ബ് നമുക്ക് ചെയ്ത നിഅമത്തിന് നമ്മുടെ നിസ്ഫ ദഖീഖ, അര മിനിറ്റ് എങ്ങാനും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹവും നിഅമത്തും നാം ഒന്നോർത്തു നോക്കിയാൽ, വഅദ് പറയുന്നവനാവട്ടെ നിങ്ങളാവട്ടെ, എത്ര കണ്ണ് കാണാത്ത ആളുകളുണ്ട്. എൻ്റെ കുട്ടികൾ 5ഉം 6ഉം മക്കളുണ്ട്. മക്കളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ല, എൻ്റെ ഉമ്മയുടെ മുഖം എന്താണെന്ന് എനിക്കറിയൂല, എങ്ങനെയാണെന്നറിയൂല. എനിക്ക് അല്ലാഹു കാഴ്ച തന്നിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് 10 രൂപ ചോദിച്ച് കൈ നീട്ടില്ല. ആ കണ്ണ് കാണാത്ത ആളുകളുടെ അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ടോ? നാം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ കുട്ടികളുടെ അവസ്ഥ? അതുപോലെ കോടികൾ ആസ്തിയുണ്ട്, 4-5 തലമുറക്ക് ജീവിക്കാനുള്ള ആസ്തിയുള്ള നല്ല നല്ല ഹജിമാർ ആഴ്ചയിൽ 2ഉം 3ഉം ദിവസം ഡയാലിസ് നടത്തുന്ന പാവങ്ങളുണ്ട്. അവര് പണത്തിന്റെ കുറവ് കൊണ്ടല്ല, നല്ല നല്ല അനുഗ്രഹങ്ങൾ കൊണ്ടാരവും കോടികൾ ആസ്തിയുമുണ്ട്. പക്ഷേ അവര് നിരാശരാ. അവരോട് ചോദിക്കേണ്ട പിതാക്കളെ അവിടെ മനസ്സ് വായിച്ചാൽ മതി. ഡയാലിസ് നടത്തുന്ന, കിഡ്നി നഷ്ടപ്പെട്ട ഡയാലിസ് നടക്കുന്ന പാവങ്ങൾ കോടികളുണ്ട്. എന്നിട്ടും പാവമെന്ന് പറയുന്നത് അവർ നിരാശരാണ്. അവിടെ മനസ്സ് പൊട്ടി ജീവിക്കുന്നുണ്ട്. ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്നവരുണ്ട്. അതുപോലെ വർഷങ്ങളോളമായി മയ്യിത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അങ്ങ് നോക്കൂ നിങ്ങൾ, എത്ര ആളുകൾ പള്ളിയിൽ പോയി 9 കൊല്ലമായി 11 കൊല്ലമായി എൻ്റെ നെറ്റിത്തടം പടച്ച റബ്ബിന് ഭൂമിയിലൊന്ന് വെക്കാൻ സാധിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞു. പ്രായം ചെന്നവരുടെ വാക്കുകളല്ല, നടുത്തരക്കാരാണ് പറയുന്നത്. അവർ അപകടത്തിൽപ്പെട്ടതാണ്, കാലിന് പരിക്കു പറ്റി 11 കൊല്ലമായിട്ട്. അതുപോലെ വേറെ സഹോദരൻ പറഞ്ഞു 9 കൊല്ലമെന്ന്. 11ഉം 9ഉം കൊല്ലമായി എൻ്റെ നെറ്റിത്തടം ഖാലിഖായ റബ്ബിന് ഒന്ന് തലകുനിച്ച് ഭൂമിയിൽ വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില പള്ളികളൊക്കെ ഓഡിറ്റോറിയം മോഡലായിട്ടുണ്ട്, കല്യാണ മണ്ഡപം മോഡൽ എന്നൊക്കെ പറയില്ലേ. എന്താ ഇതുപോലെയുള്ള കസേരകൾ പള്ളികൾ നിറഞ്ഞു കിടക്കുന്നത് കാണാം. എന്തിനാണെന്നറിയോ? 1 മണിക്കൂർ പുറത്തു നിന്ന് സംസാരിച്ചാലും അല്ലാഹ് ഖാലിഖായ റബ്ബിന് 4 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ചർച്ച, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവര് ശുക്ർ കാണിക്കാത്തവരാണ്. അതേ സ്ഥാനത്ത് കാലുവേദനയുള്ളവരുണ്ട്. അവരുടെ മനസ്സും അവർക്കും റബ്ബിനെ അറിയൂ. നമ്മളൊരാളെയും നിസ്സാരപ്പെടുത്താൻ പോകരുത്. അവരുടെ പ്രയാസം അവർക്ക് അറിയൂ. അവർക്ക് ഇരിക്കാക്കളുണ്ട്, പാവങ്ങളുണ്ട്. നോക്കു മുസ്ലിമീങ്ങളെ, നമുക്ക് അല്ലാഹു കാഴ്ച തന്നല്ലോ, കേൾവി ശക്തി തന്നല്ലോ, അതുപോലെ നടക്കാനുള്ള തൗഫീഖും അതുപോലെ നെറ്റിത്തടമെന്ന് ഭൂമിയിൽ വെക്കാനുള്ള തൗഫീഖുമൊക്കെ കിട്ടിയ ധാരാളം ആളുകളുണ്ട്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലാഹു ഒരു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ. മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാൻ ഒരു വിരലെങ്ങാനും മനക്കാൻ കഴിയാതെ പോയാൽ, ഒരു വിരലെങ്ങാനും മുറിഞ്ഞു പോയാൽ, ഒരു വിരലൊന്ന് കൂടിപ്പോയാൽ, നോക്കൂ നിങ്ങൾ, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത്
കണക്കും കയ്യുമില്ല. അതിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ. ഞാനൊരു രക്ഷിതാവാണ്, ഞാനും ചിന്തിക്കേണ്ടവനാണ്. അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ, അതാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന്. ആ കുട്ടി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? കല്യാണം കഴിച്ച് 10-20 കൊല്ലമായ പാവപ്പെട്ട ദമ്പതികൾ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ നോക്കിയിട്ട് കണ്ണീരോട് കാണാം. സ്ത്രീകളെ കാണാം. ഭർത്താവ് ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത്? ആ പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയും, ഒന്നുമില്ല, ആ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് ബാഗ് പിടിച്ചു ഓടുന്ന കുട്ടികളെ കണ്ടപ്പോൾ അറിയാതെ അങ്ങ് കരഞ്ഞു പോയതാണ്. എൻ്റെ അനുജാ, നമ്മുടെ മക്കളുടെ മഹത്വം തിരിയടോ. ആ കല്യാണം കഴിഞ്ഞ് 10-20 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികളുടെ മനസ്സൊന്ന് വായിച്ചു നോക്കടേ. അവിടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. അവരോട് ചോദിക്കേണ്ടതില്ല, അവിടെ മുഖത്തേക്ക് നോക്കേണ്ടതില്ല. അവിടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. ആരാണ് നമ്മുടെ മക്കൾ? അൽഹംദുലില്ലാഹ്. ആ മക്കളെങ്ങാരും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്തിനാണ് മുസ്ലിമീങ്ങളെ ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത്? നിഅമുൽ അൽബനൂന നിഅമുൽ വൽബനാതു ഹസനാത്. ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്, പെൺകുട്ടികളോ നന്മകളാണ്. ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് എങ്കിൽ പെൺമക്കൾ ഹസനാത്, അവർ നന്മകളാണ്. ثم لتسألن يومئذ عن النعيم. അല്ലാഹു ഒരു മനുഷ്യന് എത്രമാത്രം നിഅമത്ത് ചെയ്തുവോ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വഇല്ലാമിൽ കിസ്റത്തി ഖുബ്സിൽ സദ്ദ ബിഹാ ജൂഅതഹു വഇല്ലാമിൽ ഖില്ലിൽ യതദഖലു ഫീഹി മിനൽ ഹർരി വൽ ഖുർരി. ഖാല റസൂലുള്ളാഹി. അല്ലാഹു ആയിരക്കണക്കായ നിഅമത്ത് നമുക്ക് നൽകിയിട്ട് പടച്ച റബ്ബ് ചോദിക്കാത്തൊരു അനുഗ്രഹമുണ്ട് എങ്കിൽ അത് 3 കാര്യം മാത്രമാണ്. ആ 3 കാര്യം അല്ലാത്തതൊക്കെ ചോദിക്കും. അതിൽ അൽബനൂന നിഅമൽ, നമ്മുടെ ആൺകുട്ടികളൊക്കെ ചോദിക്കാൻ അർഹതപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഉടമകളാണ്. വൽബനാതു ഹസനാത്, പെൺകുട്ടികൾ നന്മകളാണ്. അത് ചോദിക്കപ്പെടുന്നതല്ല. മഅന ഉസ്താദുമാർക്കൊക്കെ അറിയാം. പെൺമക്കൾ ഹസനാത്താണ്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ബറക്കത്ത് എത്രയാണ്. ഒരു വീട്ടിൽ 2 പെൺമക്കളുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് 2 പെൺകുട്ടികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മനുഷ്യന്, ആ മനുഷ്യനും അതുപോലെ മനുഷ്യന്റെ ഭാര്യയ്ക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ബറക്കത്തും ഐശ്വര്യവും എത്രയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പിതാക്കളെ, ഞാനും ഒരു വാപ്പയാണ്. എനിക്കല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്. ആ നിലക്ക് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു, അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ വലുത് അത് നമ്മുടെ മക്കളാണ്. ഖുർറത്തുൽ ഐൻ, മക്കളെ കൊണ്ടുള്ളൊരു കുളിർമ, മക്കളെ കൊണ്ട് കൺകുളിർമയാവുക എന്നുള്ളത് അത് വല്ലാത്ത ഐശ്വര്യമാണ്.